ഹലോ ഹായ് അസ്സലാമു അലൈക്കും. നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടൊരു കേക്കാട്ട് ഉണ്ടാക്കാൻ പോണേ. കുംസ് കുംസ് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് ക്യാരറ്റൊക്കെ കഴുകി ഒക്കെ വൃത്തിയാക്കി വെച്ചതാണ്. നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമുക്കൊന്ന് ഒരു കഷ്ണം അത് ഗ്രേറ്റ് വെച്ച് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അത് നമുക്ക് അതവിടെ മാറ്റി വെച്ച് രണ്ടെണ്ണം വേറെ വേറെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് കേട്ടോ. അതാണ് നമ്മൾ പ്ലേറ്റിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചത്. നമുക്ക് പാനൊന്ന് അടുപ്പത്ത് വെക്കാം. അപ്പൊ നമുക്ക് ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് ഒന്ന് കാരമൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ പഞ്ചസാര വരെ കാരമലായി. നമുക്ക് അതിലോട്ട് ആ 1.5 നമ്മള് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇല്ലേ, അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് കാരമലിട്ടൊന്ന് നമുക്ക് ഇതാക്കി എടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കി അതിലിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അത് കാരമൽ ചെയ്ത് ഇനി നമുക്ക് അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ നമുക്കവിടെ മാറ്റി വെക്കട്ടോ. ഒന്ന് ചൂടാറട്ടെ. നമുക്ക് മിക്സിന്റെ ജാറെടുത്ത് ഇപ്പൊ നമ്മള് 2 എണ്ണം ആദ്യം നമുക്ക് ഗോതമ്പപ്പൊടി ഒരു 250 മില്ലി ഗോതമ്പപ്പൊടി അതൊന്ന് അരിച്ചെടുക്കട്ടോ. അതിലേക്ക് ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തരിച്ചെടുക്കട്ടോ. ആ സ്പൂണോടെ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ നമുക്കൊന്ന് തരിച്ചെടുക്കാം. എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതവിടെ മാറ്റി വെച്ച് നമുക്കൊരു 4 മുട്ട ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചെടുക്കാം. 4 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ആ 2 ക്യാരറ്റ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചില്ല, അതും ആ 4 മുട്ടയും ആ 4 മുട്ട നമ്മളവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ. മുക്കാൽ കപ്പ് പാലൊഴിച്ച് പിന്നെ 2 കോരി, മറ്റേ കോരി പോലത്തോണ്ടുള്ള അളവാണ് കേട്ടോ. 2 കോരി പഞ്ചസാര ഇട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത് അടിക്കും ഓയിൽ ഒഴിക്കാൻ മറന്നു പോയിട്ടോ.
അപ്പൊ നമ്മൾ പിന്നെ മിക്സിയിലിട്ടിട്ട് ഇളക്കി എടുത്തതാ. ഇതിലോട്ട് ഒരു സ്പൂണ് ഇപ്പൊ നമ്മൾ ആ പാല് പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട ക്യാരറ്റും കൂടെ. ഇനി നമുക്ക് അതിലോട്ട് 4 മുട്ട അതിലോട്ടിട്ട് ഒരു സ്പൂൺ നമുക്ക് വാനില എസൻസ് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്ത് വരാം. അത് നമ്മൾ അടിച്ചത് ഒരു 1/4 ഭാഗം നമ്മളെ ബൗളിലേക്ക് ഒഴിച്ച് ഇനി നമുക്ക് ഗോതമ്പപ്പൊടി ഗോതമ്പപ്പൊടിയാട്ടോ എടുത്തത്. ഇനി നമുക്ക് കുറച്ച് അതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചിട്ട് കട്ട കുത്താതെ മിക്സ് ചെയ്തെടുക്കണം. കട്ടായി പോവാൻ പാടില്ല. ഗോതമ്പപ്പൊടി ആവുമ്പോ വേഗതാവും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് കട്ട കുത്താതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ലേശം കൂടെ ഒന്ന് അടിച്ചത് ഒഴിച്ചു കൊടുത്ത് കുറച്ചിട്ട് നമുക്ക് പൊടിയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കട്ടോ. കട്ട കുത്താതെ നമുക്ക് ഇളക്കി നല്ലോണം ഒന്ന് ഉടച്ച് നമുക്ക് എടുക്കട്ടോ. പെട്ടെന്ന് നമ്മള് കുറച്ച് ഒഴിച്ചു പോകണം. ഓയിൽ ഒഴിക്കാൻ മിക്സിയിൽ ഒഴിക്കാൻ മറന്നു പോയതാണ് കേട്ടോ. നമ്മൾ ആ പൊടിയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു 1/4 ഭാഗം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി അടിച്ചു വെച്ച ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ടൂട്ടി ഇട്ട് കൊടുക്കുക. കുറച്ചൊന്നൊരു കടിക്കാൻ കിട്ടില്ല നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മളുള്ളത് ഇതാ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് ഗ്രേറ്റ് പിന്നെ കാരമൽ ചെയ്ത് വെച്ചില്ല നമ്മള് ക്യാരറ്റ്, അതൊന്ന് അതിലിട്ടിട്ട് കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതാ ബാക്കിയും കൂടെ നമ്മൾ അതിലോട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കാം. നമുക്ക് അടിയിലൊരു പഴയ ഒരു പാന് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പാനിലൊന്ന് നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രം എടുത്ത് അതിൽ നമ്മൾ ഓയിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും.
ഇനി നമുക്ക് ബാറ്റർ അതിൽ ഒഴിച്ചു കൊടുക്കാം. ബബിൾസ് ഒക്കെ ഉണ്ടെന്ന് പോയിക്കോട്ടെ. നല്ലോണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മുകളിൽ ലേശം കാരമൽ ചെയ്ത് വെച്ച ക്യാരറ്റ് ആണ് കേട്ടോ. ക്യാരറ്റ് കാരമൽ ചെയ്ത് വെച്ചാണ്. അത് നമുക്ക് മുകളിൽ കുറച്ചൊരു ഭംഗിക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാൻ ചൂടായി വന്നിട്ട് നമുക്ക് അതിലോട്ട് വെച്ചെടുക്കാം. ഇനി ഒരു 15 അല്ല 20 മിനിറ്റ് വേണ്ടി വരും നമുക്ക് അതൊന്ന് വെന്ത് കിട്ടാനിട്ടാ. ഒന്ന് അടച്ചു വെച്ച് സിമ്മില്, ഓവർ തീ വെക്കരുത്, നമ്മൾ ഒന്ന് സിമ്മാക്കി വെക്കുക. അതാ നമ്മളെ കേക്കും കുംസ് ഇവിടെ റെഡി ആയി തുടങ്ങി. നമുക്ക് പാത്രത്തിലോട്ട് തട്ടി കൊടുക്കട്ടോ. നല്ല നന്നായിട്ടുണ്ട്. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോയ്ക്ക് നാളെ വരാം കേട്ടോ. താങ്ക് യു.